ഹലോ ഗൈസ്, ലിവിൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൊന്ന് ട്രൈ ചെയ്യാൻ പോണത് ഒരു ചെറിയ ബീഫ് കറിയാണ്. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുള്ളി ഇടുക, പിന്നെ കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ചെറുള്ളി കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇടുക. അത് കഴിഞ്ഞ് ക്രഷ് ചെയ്ത ചില്ലി, വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് അതൊരു 4 ടീസ്പൂൺ ഇടുക. നമ്മൾ 2 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്, അതിന് 4 ടീസ്പൂണോളം വലിയ ടീസ്പൂണിൽ ക്രഷ് ചെയ്ത ചില്ലി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഈ ക്രഷ് ചെയ്ത ചില്ലിയാണ് ഇത് മെയിൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രഷ് ചെയ്ത ചില്ലിയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഇടുക. 1 ടീസ്പൂൺ ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് ഇടുക. നമ്മൾ 2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഒരു 3/4 ടീസ്പൂൺ ഇടുക. 1 കിലോ ബീഫൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു നോർമൽ റെഡ് കളർ വരുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കുക. നന്നായിട്ട് വരട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ വാങ്ങി വെച്ച 2 കിലോ ബീഫ് മിക്സ് ചെയ്യുക. ആ ബീഫ് മിക്സ് ചെയ്ത് നല്ല ഒരു വിധം നെയ്യുള്ള ബീഫ് എടുത്താൽ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. നമ്മൾ എല്ലോട് കൂടിയുള്ള ബീഫാണ് ഇടുന്നത്. എല്ലും കൂടിയുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. നമ്മൾ നെഞ്ചടിയുടെ ഭാഗം നോക്കിയിട്ടാണ് ബീഫ് മേടിച്ച് ആ ബീഫൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരെ, നമ്മുടെ കുക്കറിൽ 4-5 വിസിലാണ് അതിൻ്റെ കറക്റ്റ് വേവ് വരുന്നത്. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നിങ്ങളത് കറക്റ്റ് വേവ് നോക്കിയിട്ട് വിസിലടിപ്പിക്കുക. നമ്മുടെ ഇതിലൊരു 4-5 വിസിൽ വന്നു, 5 വിസിൽ അടിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചാണ്ട് എടുക്കുക. കുക്കറൊക്കെ അടച്ച് എടുത്ത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ആ സാധനം ഫുള്ളും അതിലേക്ക് തട്ടി അതിൽ നിന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയെടുക്കുക. ആ വെള്ളം വറ്റണമെന്ന് വരെ അങ്ങോട്ട് വരട്ടി ഫുള്ള് ഡ്രൈ ആക്കി എടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റുകൾ ഇടുക.